ഇന്ന് സ്വർഗരതിയും വിവാഹവും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വ്യാപിച്ചപ്പോ നമ്മളത് കണ്ടില്ല, കേട്ടില്ല എന്ന് നടിച്ച് ജീവിക്കാൻ വിശ്വാസികൾക്കാവില്ല. കാരണം ഖുർആനിന്റെ ഒരു പ്രധാന പ്രമേയവും പാഠവും താക്കീതുമാണ് ഈ സബ്ജക്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അത് മനസ്സിലാക്കണം. അന്ത്യദിനം അയലത്തെത്തിക്കഴിഞ്ഞാൽ, യൗമുൽ ഖിയാമത്ത് ചാരത്തെത്തിക്കഴിഞ്ഞാൽ, ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ മുത്തുനബി പറഞ്ഞു, വല്ലദീ ബഅസനീ ബിൽ ഹഖ്, സത്യവുമായി എന്നെ നിയോഗിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. സത്യപ്രസ്ഥാനവുമായി നിങ്ങളിലേക്ക് എന്നെ വിട്ട നാഥനെ തന്നെയാണ് സത്യം. ലാ തൻഖലി ഹാദിഹി ദുനിയാ, ഈ ദുനിയാവിന്റെ ഡേറ്റ് അവസാനിക്കുകയില്ല, ഈ ദുനിയാവിന്റെ കാലം അവസാനിക്കുകയില്ല, കാലചക്രത്തിന്റെ കറക്കം സ്തംഭിക്കുകയില്ല. ഏതുവരെ? സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ, ഈ ലോകം ദുനിയാവ് അവസാനിക്കുകയില്ല. ഏതുവരെ എന്നറിയോ? മുൻഗാമികളിൽ കണ്ടിരുന്ന ദുരന്തം, ഖസ്ഫും മസ്ഖും അടക്കമുള്ള ദുരന്തം കാണാതെ ഈ ഉമ്മത്തിൽ ലോകാവസാനം വരികയില്ല. എന്താണ് ഖസ്ഫും മസ്ഖും? മുൻഗാമികളായ ജനതയെ അള്ളാഹു ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചു. ഖസ്ഫിലൂടെ മസ്ഖിലൂടെ അവരുടെ രൂപം മാറ്റി അള്ളാഹു മനുഷ്യരെ പലരെയും കുരങ്ങന്മാരാക്കി രൂപം മാറ്റി, പലരെയും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ജീവനോടെ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് അള്ളാഹു പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഈ നിലയിലുള്ള ദുരന്തങ്ങളടക്കം ഭൂമുഖത്ത് വിവിധ നാശനഷ്ടങ്ങൾ പ്രകടമാകാതെ ലാ തൻഖലി ഹാദിഹി ദുനിയാ, ഈ ലോകത്തിന്റെ ദുനിയാവിന്റെ ഡേറ്റിന് അവസാനമുണ്ടാവുകയില്ല എന്ന് പുന്നാര നബി പറഞ്ഞപ്പോ, ഖീല വമാ ദാക യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്രായേലരെ അല്ലാഹു പല വിധത്തിലും ശിക്ഷിക്കുകയും അല്ലാഹു അവരെ ഈ പല വിധത്തിലും മുൻഗാമികളെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശിക്ഷകളൊക്കെ ഇനിയും ഈ ഉമ്മത്തിലും മടങ്ങി വരുമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഖീല വമാ മതാ ദാക യാ റസൂലല്ലാഹ്, എന്നാണ് ഈ ഉമ്മത്തിൽ നാശനഷ്ടങ്ങളും അദാബുകൾ ഒന്നിന്റെ മീതെ ഒന്നായി അദാബുകൾ വരുന്ന കാലമേതാണ് നബിയേ? ഈ ചോദ്യത്തിന് മറുപടിയായി എവിടെന്നു പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാഅ വൽരിജാലു ബിർരിജാൽ. മുൻഗാമികളെ അള്ളാഹു ഈ ലോകത്ത് പല വിധത്തിലും നശിപ്പിച്ചു, ശിക്ഷിച്ചു. അതുപോലെ ഈ ഉമ്മത്തിലേക്ക് ശിക്ഷകൾ മടങ്ങി വരുന്നത് ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാഇ വൽരിജാലു ബിർരിജാലി. പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും പ്രാപിച്ച് സന്തുഷ്ടരാകുന്ന ഒരു കാലം വരും. സ്വഹാബത്തിന് ആശ്ചര്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ ഹബീബേ, ഖുർആൻ ഒരു വിഭാഗത്തിന്റെ ചരിത്രം പറഞ്ഞു തന്നു. അത് ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ച ജനവിഭാഗമാണ്. ഇനിയും അങ്ങനെ ഒരു ജനം ഈ ഉമ്മത്തിൽ വരുമോ നബിയെ? അവർക്ക് ആശ്ചര്യവും ആശങ്കയും. വരുമോ നബിയെ? പ്രവാചകർ പറഞ്ഞു, വരും. ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാഇ വൽരിജാലു ബിർരിജാൽ. സ്വവർഗരതിക്കാർ, സ്വവർഗ വിവാഹത്തിന്റെ ആളുകൾ ഭൂമിയിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ശിക്ഷകളായിരിക്കും, ദുരന്തങ്ങളായിരിക്കും, നാശനഷ്ടങ്ങളായിരിക്കും. ഒന്നിനുമീതെ ഒന്നായി അതിൽ നിരപരാധികളും നശിക്കും. സുമ്മ യുത്ബഅസൂന അലാ അഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവർ ആഖിറത്തിൽ വരും. പക്ഷേ ഇവിടെ അവർക്കും കിട്ടുവാട്ടി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാത്രല്ല നബി പറഞ്ഞു, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്. മുൻകാല പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു.
പടച്ച തമ്പുരാന്റെ ലഅനത്തേൽക്കുന്ന വർഗമാണവർ എന്ന് നബി തങ്ങൾ 3 തവണ ആവർത്തിച്ചു പറയുന്നു. ലോകത്താകെ ഇത് ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നിയമാംഗീകാരം പല രാജ്യങ്ങളും അതിന് നൽകിയിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, ഈ ജനവിഭാഗത്തിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന താക്കീതെന്താ? ഇത്തരത്തിലുള്ള വൃത്തികേടുകളുമായി ജീവിക്കുന്ന ധിക്കാരികളോട് അള്ളാഹുവിന്റെ വാക്കെന്താ? ഖുർആനിന്റെ മുന്നറിയിപ്പെന്താ? സൂറത്ത് ഹൂദിലൂടെ അള്ളാഹു കനത്ത താക്കീതാണ് വിശ്വാസികളെ പോലും ഓർമ്മപ്പെടുത്താൻ വേണ്ടി. സൂറത്ത് ഹൂദിൽ സ്വവർഗ വിവാഹക്കാർക്കും രതിക്കാർക്കും താക്കീത് നൽകുന്നെങ്കിൽ സത്യവിശ്വാസികളായ നമുക്കെന്താ അതിലുള്ളത്? നമുക്കെന്താ അതിന് കാര്യം? അള്ളാഹു അവരെ പേടിപ്പെടുത്തുകയും അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ വിശദീകരിക്കുകയും ചെയ്യുമ്പോ നമ്മൾ ആ പ്രവർത്തിയിട്ടില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, നമുക്കെന്താ അതില്? എങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടിയായി മനസ്സിലാക്കേണ്ടത്, സൂറത്ത് ഹൂദിന്റെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ കേട്ടിട്ട് അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഭയക്കുകയും അമിതമായി അധികമായി പേടിക്കുകയും അവിടുന്ന് ക്ഷീണിക്കുകയും ചെയ്ത സംഭവം ഹദീസിൽ കാണാം. എന്ത്? സൂറത്തുൽ ഹൂദിലൂടെ അള്ളാഹു ധിക്കാരികളുടെ നേരെ നടത്തിയ മുന്നറിയിപ്പുകൾ, അവരോട് നടത്തിയ താക്കീതുകൾ വഹിയിലൂടെ നബിക്ക് കിട്ടിയപ്പോ നബി അത് കേട്ടു, അത് കണ്ടു. അക്രമികളെ അള്ളാഹു നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന രൂപം മുത്തുനബി തങ്ങൾക്ക് വഹിയിലൂടെ കിട്ടിയപ്പോ അള്ളാന്റെ ഹബീബ് ചിന്തിച്ചത് എന്നെ കുറിച്ചല്ലല്ലോ, ഞാൻ ആ കുറ്റം ചെയ്തവനല്ലല്ലോ. ആ കുറ്റത്തിൽ നിന്നടക്കം സകല കുറ്റങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റുന്നവരും അവരോട് നല്ല പ്രഭാഷണങ്ങളും നിർദ്ദേശങ്ങളും ചെയ്യുന്ന ആളാണല്ലോ ഞാന്. അതുകൊണ്ട് എനിക്കാ താക്കീതിലൊന്നും ഒന്നുമില്ല എന്നല്ല നബി വിചാരിച്ചത്. നബി ആ താക്കീത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നബി തങ്ങൾ വല്ലാതെ ഭയന്നു, ക്ഷീണിച്ചു. ഹദീസിൽ കാണാം, മഹാനായ അബൂബക്കർ അസ്സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഒന്നാമൻ, ഒരിക്കൽ മുത്ത് നബിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യാ ഹബീബല്ലാഹ്, നബിയേ, അങ്ങേക്ക് വല്ലാത്ത ഒരു ക്ഷീണം ബാധിച്ചതായി ഞാൻ കാണുന്നല്ലോ. അങ്ങയുടെ യുവത്വവും ഊർജവും പ്രസരിപ്പും പെട്ടെന്ന് നശിച്ചതുപോലെ എനിക്ക് തോന്നുന്നല്ലോ നബിയേ. അങ്ങയുടെ മുഖത്തെന്തോ ഒരു ക്ഷീണം, യുവത്വം നഷ്ടപ്പെട്ട് അങ്ങ് പെട്ടെന്ന് വൃദ്ധനായതുപോലെ നബിയേ. എന്തേ അങ്ങേക്കു പറ്റിയത്? എന്തേ അങ്ങേക്ക് ബാധിച്ച ക്ഷീണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ നബി തങ്ങൾ സിദ്ദീഖിനോട് പറഞ്ഞ മറുപടി, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ. സിദ്ദീഖേ, പെട്ടെന്ന് എന്റെ യുവത്വം പോയി എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഒരു വയസ്സനെ പോലെ, വൃദ്ധനെ പോലെ എന്നെ കാണുന്നു എന്ന് സിദ്ദീഖ് നോക്കിയിട്ട് പറയുന്നുണ്ടല്ലോ, എന്റെ മുഖത്ത് നോക്കിയിട്ട്. സിദ്ദീഖേ, പെട്ടെന്ന് എന്നെ വൃദ്ധനാക്കാനുണ്ടായ കാരണം, എന്നിലുള്ള ഊർജവും പ്രസരിപ്പും നഷ്ടപ്പെടാനുണ്ടായ കാരണം, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ. ഹൂദ് സൂറത്തിലെ താക്കീതുകളാണ് എന്റെ മുടിയൊക്കെ നിരപ്പിച്ച് കളഞ്ഞത്. മനസ്സിലായില്ല? സൂറത്തുൽ ഹൂദ് അവതരിച്ചു കിട്ടിയപ്പോ, അള്ളാഹുവിന്റെ താക്കീതുകൾ ഞാൻ ഗ്രഹിച്ചപ്പോ ഞാന് വൃദ്ധനായിപ്പോയി സിദ്ദീഖേ. എന്റെ ഊർജവും പ്രസരിപ്പും നഷ്ടപ്പെട്ടു പോയി സിദ്ദീഖേ. അള്ളാഹുവിന്റെ അദാബ് ഓർത്തിട്ട് ഈ മുഹമ്മദിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയി എന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാന്റെ ഹബീബ് വരെ ക്ഷീണിച്ചെങ്കില് സത്യവിശ്വാസികളായ നമ്മള് ഇത്തരം താക്കീതുകൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിങ്കൽ അഭയം തേടൽ നിർബന്ധമാണ്, ഫർളാണ് നമുക്കൊക്കെ. എന്താണ്, ഏത് രീതിയിലാണ് സൂറത്ത് ഹൂദിലൂടെ ധിക്കാരികളുടെ നേരെ അള്ളാഹു നടത്തിയ മുന്നറിയിപ്പുകളും താക്കീതുകളും എങ്ങനെയാണ്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ ജനതയിലാണ് ഈ ദുഷിച്ച പ്രവർത്തനം വ്യാപിച്ചത്.
ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രാപിച്ച് സന്തുഷ്ടനാകുന്ന സ്വഭാവം, ആ വൃത്തികെട്ട സ്വഭാവം വ്യാപിച്ചത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലാണ്. മഹാനായ ആ പ്രവാചകന്റെ താക്കീതുകൾ ആ ജനത പുച്ഛിച്ചു തള്ളി. ഉടനെ അള്ളാഹു ആ ജനതയെ തകർക്കാൻ, ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ, ആ സമൂഹത്തെ വേരോടെ പിഴുതെറിയാൻ അള്ളാഹു മലക്കുകളെ നിയോഗിക്കുകയാണ്. നേരെ അള്ളാഹുവിങ്കൽ നിന്ന് വരുന്ന പട്ടാളക്കാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് അവരെ തകർക്കാൻ നേരെ പോവുകയല്ല ചെയ്യുന്നത്. പിന്നെയോ വഴിയിൽ ഇബ്രാഹിം നബിയെ കണ്ടിട്ടാ പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇബ്രാഹിം നബിയെ കണ്ടിട്ട് ഈ ശിക്ഷാ നടപടിയെ കുറിച്ച് ചർച്ച നടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചിട്ട്, സന്താന സൗഭാഗ്യത്തെ കുറിച്ചുള്ള സുവാർത്ത അറിയിച്ചിട്ട്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ജനനത്തെ കുറിച്ച് സന്തോഷ വാർത്ത, ആദ്യം ഹാജറിലൂടെ ഇസ്മായിൽ എന്ന കുഞ്ഞുണ്ടായി, ദീർഘനാള് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി. അപ്പോഴൊക്കെ സാറാ ബീവി നിത്യനിരാശയോടെ കണ്ണുനീരുമായി സങ്കടവുമായി കഴിച്ചുകൂട്ടുകയായിരുന്നു. ഹാജർ എന്ന അടിമപ്പെണ്ണിലൂടെ കുഞ്ഞുണ്ടായപ്പോ യഥാർത്ഥ ഭാര്യയായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയതമയായ സാറാ ബീവിക്ക് വലിയ സങ്കടം. അപ്പോ ആ സാറാ ബീവിയിലൂടെ ഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ് ഖുർആൻ പറഞ്ഞു അലൈഹിമസ്സലാം. ഈ രണ്ട് പുത്രന്മാർ, പൗത്രനെ അടക്കം സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയും മലക്കുകൾ നേരെ വന്നത്, ആദ്യമായി വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്കാണ്. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു A to Z വിശദമായി നമുക്ക് പറഞ്ഞു തന്നേക്കാണ്. നമ്മളിതൊക്കെ മരിച്ചു കൊടുത്ത് ഓതുക മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മളിതൊന്നും ഇതിന്റെ ആശയമോ ഈ ചരിത്രത്തിന്റെ പാഠമോ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലേ? അല്ലെ ഈ കമ്പനിയിൽ ഒരു അന്നാമ് സൂറത്ത് ഓതുക, കുഴപ്പമില്ല, നല്ല തന്നെ. കമ്പനിയിൽ അന്നാമോ ഫാത്തിയോ ഒക്കെ ഓതിക്കോ, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നിങ്ങളെ ബിസിനസ്സിന് വിജയം കിട്ടാനും അവിടെ ഒരു വർക്കത്ത് കിട്ടാനും മാത്രമല്ല ഖുർആൻ നിന്റെ നെഞ്ചകത്തെ വെളിച്ചമുള്ളതാക്കാൻ, നിന്റെ ഹൃദയഭൂമിയെ പ്രഭാപൂരിതമാക്കാനാണ് ഖുർആൻ പ്രഥമമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ചരിത്രത്തിന്റെയൊക്കെ സന്ദേശം പഠിക്കാനാണ് ഈ ചരിത്രമൊക്കെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ചു തന്നത്. വലഖദ് ജാഅത് റസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാം. സൂറത്ത് ഹൂദിന്റെ 69-ാമത്തെ ആയത്ത്. വലഖദ് ജാഅത് റസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ, നിശ്ചയമായിട്ടും നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ ഇബ്രാഹീമിനെ സന്ദർശിച്ച സമയം അങ്ങനെ ഒരു സംഭവമുണ്ടായി. എന്തുമായിട്ടാണ് ഇബ്രാഹീമിന്റെ ചാരത്തേക്ക് നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ കടന്നു ചെന്നത്? ബിൽ ബുശ്റാ, സന്തോഷ വാർത്തയും കൊണ്ടാണ് മലക്കുകൾ ഇബ്രാഹീമിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ഖാലൂ സലാമാ ഖാല സലാം. മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് സലാമാ, സലാം പറഞ്ഞു. ഖാല സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രത്യഭിവാദ്യമായ സലാം അടക്കുകയും ചെയ്തു. അല്ലാഹ് പറയുന്നു തുടർന്ന്, അതിഥികളായി മനുഷ്യരൂപത്തിൽ ഇബ്രാഹീമിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന മലക്കുകൾ, ഇബ്രാഹിം നബിക്കറിയില്ല ഇത് മലക്കുകളാണെന്ന്. മനുഷ്യരൂപത്തിലാണ്. മലക്കുകൾ അങ്ങനെയാണല്ലോ, നല്ല ഏതു രൂപവും സ്വീകരിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത, നൂറുകൊണ്ട് വെളിച്ചത്താൽ പടക്കപ്പെട്ട ഉത്തമ സൃഷ്ടികളാണ് മാലാഖമാർ. സുന്ദരന്മാരായ കുമാരന്മാരുടെ രൂപത്തിലാണ് കടന്നു വന്നത്. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. താമസിച്ചില്ല, സലാം അടക്കിയിട്ട് പിന്നെ നിങ്ങൾ എവിടുന്ന
നിങ്ങൾ ഏത് വിരുന്നേരാ, നിങ്ങൾ എപ്പോഴാ ഒന്ന് പോയി കിട്ടുക, ഇതൊന്നല്ല. എന്താ ആഗമനോദ്ദേശ്യം, വന്ന കാര്യം എന്താ എന്നൊന്നല്ല. മഹാനായ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ, ഈമാനിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചത്. അവർ സലാം പറഞ്ഞു, സലാം മടക്കി. ഫമാ ലബിസ, പിന്നെ താമസിച്ചില്ല. ഇത് ഹദീസല്ല കേട്ടോ, തഫ്സീറല്ല, ഖുർആന. ഫമാ ലബിസ, സലാം മടക്കി പിന്നെ നോക്കി നിന്നില്ല, ഒട്ടും താമസിച്ചില്ല. അൻജാ ബിഇജ്ലിൻ ഹനീദ്, പാകം ചെയ്ത ഒരു പശുക്കിടാവിനെ സൽക്കരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. വളരെ പെട്ടെന്നൊരു പശുക്കിടാവിനെ അറുത്തിട്ട് അതിനെ വേവിച്ചിട്ട് പാകം ചെയ്തിട്ട് ഈ അതിഥികളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. അതിഥികളെ സൽക്കരിക്കൽ മില്ലത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ആ പാതയാണ്. എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരിപാവനമായ ജീവിത ചരിത്രത്തിൽ കാണാം. ആ വഴിയിലേക്കല്ലേ മുത്ത് നബിയും നമ്മളെ ക്ഷണിച്ചത്. നിങ്ങളെ ഞാൻ പുതിയൊരു പ്രസ്ഥാനത്തിലേക്കല്ല ക്ഷണിക്കുന്നത്, മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളെ ഉപ്പായ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ വഴിയിലേക്കാ ഈ മുഹമ്മദ് ക്ഷണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിത ചരിത്രത്തിൽ കാണാം, കാന ഇബ്രാഹിമു അലൈഹിസ്സലാം ഇദാ അറാദ അൻ യഅകുല, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ, വീട്ടിൽ കൂടെ കഴിക്കാൻ ആരെയും കിട്ടാതെ വന്നാൽ, അതിഥികളായി ആരും കൂടെയില്ലെങ്കിൽ ഒറ്റക്കവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. എന്ത്? ഭക്ഷണം കഴിക്കാൻ നേരായി വിശന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി വെച്ചാൽ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസം. ഖറജ മിൻ മൻസിലിഹി മൈലൻ ഔ മൈലൈൻ, കൂടെ ആരും ഇരിക്കാൻ, കൂടെ ഫുഡ് കഴിക്കാൻ ആരും ഇരിക്കാൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മൈലും 2 മൈലും നടന്നു നോക്കും. യൽതമിസു മൻ യതഗദാ മഅഹു, കൂടെ ആരെങ്കിലും കഴിക്കാൻ അന്വേഷിച്ചിട്ട്, ആരെങ്കിലും ഒന്ന് ഒപ്പം ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ഇത് തേടി അന്വേഷിച്ച് 1 2 മൈലുകൾ താണ്ടുമായിരുന്നു. ഇതൊരു പതിവാണ്, ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. വകാന യുക്ന അബുല്ലീഫാൻ, ഇബ്രാഹിം നബിക്ക് ഒരു ടൈറ്റൽ നെയിം ഉണ്ടായിരുന്നു, ഒരു സ്ഥാനപ്പേര്. എന്താണ്? അബുല്ലീഫാൻ, അതിഥികളുടെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥി സൽക്കാരത്തെ കുറിച്ച് പറഞ്ഞ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, അതിഥികളെ മാനിക്കന്നെ വേണം. നിങ്ങൾക്ക് മരിച്ചു പോണ, അള്ളാന്റെ മുന്നിലേക്ക് പോണ, അന്ത്യദിനുണ്ട്, അള്ളണ്ട് എന്നൊക്കെ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിയമം പാലിക്കണം, ഈ നിബന്ധന മാനിക്കണം. എന്താണ് ആ നിയമം? ഫല്യുക്രിം ലൈഫഹു, അതിഥികളെ മാനിക്കണം. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, ഉടനെ തന്നെ പാകം ചെയ്ത പശുക്കിടാവിനെ വീട്ടിലേക്ക് വന്ന അതിഥികളുടെ മുന്നിൽ വെച്ചു കൊടുത്തു. വെച്ചു കൊടുത്തപ്പോ എന്താ സംഭവം? അല്ലാഹ് പറയാ, ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫാ ഖാലൂ ലാ തഖഫ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ഈ ഭക്ഷണം റെഡിയാക്കി മുന്നിൽ വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ചെന്ന് നിന്ന് നോക്കുകയാണ്. സാധാരണ കൈയെടുക്കാൻ പറഞ്ഞ അതിഥികൾ വന്നാൽ പിന്നെ കഴിക്കുമല്ലോ. ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി, വിരുന്നുകാർ ആ ഭാഗം മൈൻഡ് ചെയ്യുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവരുടെ കൈകൾ ഈ തളികയിലേക്ക്, ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോ, അവരാ ഭാഗം ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇബ്രാഹിം നബി കണ്ടപ്പോ, നകിറഹും, അവരുടെ കാര്യത്തിൽ സംശയം തോന്നി. വഔജസ മിൻഹും ഖീഫ, ഉള്ളിൽ എന്തോ ഒരു പേടി തോന്നി. പടച്ചോനെ, ഇത് എന്താ ഇത് സംഭവം? ഭക്ഷണം കഴിക്കാത്തൊരു വിഭാഗവും മനുഷ്യരില്. ഉടനെ അവർ പറഞ്ഞു, ഖാലൂ ലാ തഖഫ്, ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആശങ്കയും സംശയവും ഭയവും കണ്ടപ്പോ അതിഥികളായി വന്ന ദൂതന്മാർ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട ഇബ്രാഹിമേ, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ മനുഷ്യരല്ല കേട്ടോ, ലൂത്തിന്റെ ജനതയിലേക്ക്, ആ ധിക്കാരികളായ വർഗത്തെ നശിപ്പിക്കാൻ അല്ലാഹു ഞങ്ങളെ അയച്ച മലക്കുകളാകുന്നു ഞങ്ങൾ.
ലൂത്ത് ജനതയെ തകർക്കാൻ അള്ളാഹ് നിയോഗിച്ച മലക്കുകളാണ് ഞങ്ങൾ തിന്നൂല, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ ഇബ്രാഹിമേ എന്ന്. അങ്ങനെ പേടിയൊക്കെ പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പിന്നെ പേടി തോന്നിയില്ല. ഖുർആൻ പറയാൻ فَلَمَّا ذَهَبَ عَنْ إِبْرَاهِيمَ الرَّوْعُ وَجَاءَتْهُ الْبُشْرَى يُجَادِلُنَا فِي قَوْمِ لُوطٍ إِنَّ إِبْرَاهِيمَ لَحَلِيمٌ أَوَّاهٌ مُنِيبٌ. ഇബ്രാഹീമിന്റെ പേടിയൊക്കെ പോയി, മലക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞു. വജാഅത്തുൽ ബുശ്റ, സന്താന സൗഭാഗ്യ സുവാർത്ത കിട്ടിയപ്പോ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്. അല്ലാഹു പറയാൻ, മലക്കുകൾ പറഞ്ഞല്ലോ നിങ്ങളുടെ സഹോദരപുത്രനായ ലൂത്ത് ഉണ്ടല്ലോ കുറച്ച് അകലെ, ആ ലൂത്തിന്റെ ജനതയെ തകർക്കാൻ അല്ലാഹു വിട്ട മലക്കുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ പേടിയൊക്കെ മാറിയപ്പോ ആദ്യം ഇബ്രാഹിം ചെയ്തത് യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ ഇബ്രാഹിം നമ്മളോട് തർക്കിച്ചു. അല്ലാഹു പറയാൻ, എന്താ തർക്കിച്ചത്? അല്ലാഹുവേ, അവരെത്ര അധികം തെമ്മാടികളാണെങ്കിലും തോന്യാസികളാണെങ്കിലും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിലും തമ്പുരാനെ, അവരുടെ കൂട്ടത്തിൽ ചുരുങ്ങിയ ആളുകളെങ്കിലും നല്ലവരുണ്ടെങ്കിൽ നാഥാ, ആ നന്മയെ നിനക്ക് വളർത്താൻ സാധിക്കില്ലേ? അവയുടെ ആ ധിക്കാരികളെ മാറ്റാൻ നിനക്ക് പറ്റില്ലേ തമ്പുരാനെ? അതുകൊണ്ട് ആ ജനതയെ നീ തകർക്കരുത്, അവരെ നീ നശിപ്പിക്കരുത് നാഥാ. ഇവരെ തകർക്കാൻ വന്ന മലക്കുകളോട് തർക്കിച്ചു. അല്ലാഹു പറയാണ്, അത് നമ്മളോടുള്ള തർക്കമായിരുന്നു. തർക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജനതയുടെ കാര്യത്തിലുള്ള അതിനുള്ള കാരണം അള്ളാഹു തന്നെ പറയുന്നു. ഏത്? ലൂത്ത് ജനതയെ നശിപ്പിക്കരുത്, അവരെ അദാബാക്കരുത്, അവരെ ഭൂമിയിൽ നിന്ന് തകർത്ത് കളയരുത് പടച്ചോനെ. ഇബ്രാഹിം നമ്മളോട് തർക്കിച്ചു പറഞ്ഞു. എന്തേ കാര്യം? ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. നിശ്ചയം ഇബ്രാഹിം ക്ഷമാശീലനും ദയാലുവും നന്നായി ഖേദിച്ചു മടങ്ങുന്നവരുമാകുന്നു. വല്ലാത്ത ക്ഷമയുള്ള, വല്ലാത്ത ദയയുള്ള, നന്നായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു ദാസനാണ് ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ ആ ജനതയുടെ കാര്യത്തിൽ ഖേദിച്ചു മടങ്ങാനും ആ ജനതയെ നന്മയിലേക്ക് നയിക്കാനുമാണ് നമ്മളോട് തർക്കിച്ചത്. പക്ഷേ قالوا يا إبراهيم أعرض عن هذا قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. നാം പറഞ്ഞു, ആ ദൂതന്മാരുടെ വാക്കിലൂടെ അള്ളാഹു പറയുകയാണ്, നാം അറിയിച്ചു ഇബ്രാഹിമിനോട്, ഓ ഇബ്രാഹിം അഴിറിലാനാഥ, ആവശ്യമില്ലാത്തിൽ ഇടപെടണ്ട, അവരെ തകർക്കുക എന്നത് ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, അള്ളാന്റെ വിധി വന്നുപോയി. പടച്ച തമ്പുരാന്റെ വിധി വന്നാൽ പിന്നെ ആ വിധിയെ മാറ്റാനോ റദ്ദാക്കാനോ ലോകത്ത് പിന്നെ ഒരു മേൽക്കോടതിയില്ല, പിന്നെ ഒരു സുപ്രീം കോടതിയില്ല, പിന്നെ ഒരു ദയാഹരജിയില്ല. അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദയാഹരജി പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങയുടെ നാഥന്റെ വിധി വന്നു കഴിച്ചിട്ടുണ്ട്. വഇന്നഹും ആതീഹിം അദാബുൻ ഗൈറു മർദൂദ്. ആർക്കും തടയാനാകാത്ത, ആർക്കും റദ്ദാക്കാനാകാത്ത, ഗൈറു മർദൂദ്, ആർക്കും റദ്ദാക്കാനാകാത്ത ശിക്ഷ അവരെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ, അവരുടെ കേസിൽ താങ്കൾ ഇടപെടരുത്, അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ മാലാകമാർ പോവുകയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക്. ആ ഭാഗവും ഖുർആൻ പറയുന്നുണ്ട്. വലമ്മാ ജാഅത് റുസുലുനാ ലൂതൻ സീഅ ബിഹിം
وضاق بهم ذرعا وقال هذا يوم عصيب. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ ഈ സംഭവമൊക്കെ സംസാരിച്ചു. മക്കളുടെ കാര്യത്തിലുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ട് നേരെ ഈ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. കയറി ചെന്നപ്പോ അതിഥികളുടെ വരവിൽ സാധാരണ വിരുന്നുകാർ വന്നാൽ നല്ല മനസ്സുള്ളവർക്ക് സന്തോഷമായിരിക്കും അല്ലെ. പിശുക്കന്മാർക്കോ വന്ന് പെട്ടുപോയല്ലോ, പഞ്ചസാരക്കൊക്കെ ഇപ്പൊ എന്താ വില, ഇത് താങ്ങാൻ പറ്റൂലല്ലോ. പക്ഷെ പുറത്ത് കാണിക്കൂല, പിശുക്കൻ മനസ്സിലേ ആലോചിക്കുള്ളൂ. പക്ഷെ ഈമാനും നല്ല മനസ്സുള്ള ആളാണെങ്കിൽ വിരുന്നുകാരെ വന്നാൽ വിരുന്നുകാരെ കണ്ട എന്ത് സന്തോഷായിരിക്കും. ലൂത്ത് നബി അലൈഹിസ്സലാമിന് അതിഥികളെ കണ്ടപ്പോൾ സന്തോഷം വന്നില്ല, പിന്നെയോ ആശങ്കയും ഭയവുമാണ് വന്നത്. അത് പഞ്ചസാരന്റെ കാര്യം ഓർത്തല്ല. പിന്നെയോ കണ്ടപ്പോൾ അവരെ കണ്ടപ്പോ ലൂത്തിന്റെ മനസ്സ് പിടച്ചു. മനസ്സിൽ വല്ലാത്ത ബേജാറ് വന്നു, മനസ്സിൽ വല്ലാത്ത ആശങ്കയും ഭയപ്പാടും വന്നു. എന്തുകൊണ്ട്? സ്വന്തം ജനതയുടെ ധാർമ്മിക അധപതനത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആളായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. അവർക്ക് ആണുങ്ങളെ കിട്ടിയാൽ മതി. ഈ വിരുന്നുകാരാണെങ്കിലോ ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് ജനതയിലേക്ക് ഈ മലക്കുകളെ വിട്ടത് സാധാരണ സുന്ദരന്മാരായ ബാലന്മാരെ കണ്ടാൽ വെറുതെ വിടാത്ത, കേറിപ്പിടിച്ച് അവരുടെ ലൈംഗിക വികാരത്തിന്റെ ശമനത്തിനുള്ള യന്ത്രമാക്കാൻ പുരുഷ ബാലന്മാരെ, സുന്ദരന്മാരെ ഉപയോഗപ്പെടുത്തുന്ന ആ ജനതയിലേക്ക് മലക്കുകൾ കേറിച്ചെന്നത് സുന്ദര കുമാരന്മാരുടെ രൂപത്തിലായിരുന്നു. ഇതങ്ങട്ട് കണ്ടപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പടച്ചു. വല്ലാത്ത ബേജാറ്, വല്ലാത്ത ഭയം. ആരൊക്കെയിരുന്നു ഈ മലക്കുകള്? തഫ്സീറിൽ കാണാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കാനൂ സലാസത്തൻ, 3 മലക്കുകളായിരുന്നു. ജിബ്രീലു വ ഇസ്രാഫീലു വ മീകായിലു അലൈഹിമുസ്സലാം, ഈ 3 മലക്കുകളായിരുന്നു സുന്ദര കുമാരന്മാരുടെ രൂപത്തിൽ കയറി ചെന്നത്. കണ്ടപ്പോ വല്ലാത്ത പേടി. പടച്ചോനെ, എന്റെ അതിഥികളായി വന്ന ഇവരെ നാട്ടുകാർ വെറുതെ വിടൂലല്ലോ റബ്ബേ, ഞാൻ കുടുങ്ങോലോ, ഇപ്പൊ നാണം കിടുവല്ലോ, ഇതാ പേടി. ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. താമസിച്ചില്ല, ഈ 3 മലക്കുകൾ ഇങ്ങ് കയറി വന്ന് സുന്ദര ബാലന്മാരുടെ രൂപത്തിൽ വീട്ടിലെത്തിയപ്പോ സൽക്കരിക്കുന്ന മനസ്സൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? ഈ പേടി. ഉടനെ തന്നെ ഈ വിവരം മണത്തറിഞ്ഞ ധിക്കാരികളായ ജനത ലൂത്തിന്റെ വീട്ടുവാതിൽക്കലെത്തി. സുബ്ഹാനല്ലാഹ്, ആ ജനത അപ്പോഴെ തന്നെ അത് മണത്തറിഞ്ഞിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീടിന്റെ കവാടത്തിങ്കൽ വന്ന് നിന്നു. വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്, ഇവര് മുമ്പേ തെമ്മാടികളാണ് ഖുർആൻ പറയുന്നു. ഇവര് വന്നു നിൽക്കുന്ന കാഴ്ച മഹാനായ ആ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം കണ്ടപ്പോ, യാ ഖൗമി, എന്റെ ജനമേ, ഹാഉലാഇ ബനാതി, ഇതൊക്കെ എന്റെ പെൺകുട്ടികളാണ്. എന്റെ പെൺകുട്ടികൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഹുന്ന അത്ഹറു ലക്കും, അവരെ വിവാഹം കഴിച്ച് സംശുദ്ധ ജീവിതം നയിച്ചോളൂ. ഹുന്ന അത്ഹറു ലക്കും, ആ പെൺകുട്ടികളാണ് നിങ്ങൾക്ക് ശുദ്ധരായിട്ടുള്ളവർ. അതുകൊണ്ട് ആ പെൺകുട്ടികളെ നിങ്ങൾ വേളി കഴിക്കുക, അവരിലൂടെ വൈകാരിക ശമനം നടത്തുക. ഹുന്ന അത്ഹറു ലക്കും ഫത്തഖുല്ലാഹ വലാ തുഖ്സൂനി ഫീ ളൈഫി. എന്റെ ജനമേ, എന്റെ പെൺകുട്ടികൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വെച്ചാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിന് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നല്ല അതിനർത്ഥം. കുല്ലു നബിയിൻ അബൂ ഉമ്മത്തിഹി, എല്ലാ നബിയും ആ ഉമ്മത്തിലെ ആത്മീയ പിതാവാണ്. എന്ത്? എല്ലാ നബിയും
ആ ജനതയുടെ ആത്മീയ പിതാവാണ്. ഈ ബോഡിക്കൊരു പിതാവുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഒരു ശരീരത്തിനൊരു മാതാവും പിതാവും ഉണ്ട്. നബീസ ഉമ്മ മാതാവ്, അന്തു ആജി പിതാവ്. ഇത് ഈ ബോഡിയുടെ പിതാവാണ്. ഈ ബോഡിയുടെ പിതാവാണ് ആത്മീയ പിതാവ്. അബുൽ അർവാഹ്, ആത്മീയ പിതാവ്. ഓരോ ജനതയുടെയും ഓരോ ഉമ്മത്തിന്റെയും ആത്മീയ പിതാവ്. കുല്ലു നബിയിൻ അബൂ ഉമ്മത്തിഹി, ആ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അതല്ലേ നമ്മുടെ നബിയെ കുറിച്ച് ജ്ഞാനികൾ പറഞ്ഞത്, അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്, അങ്ങ് ഞങ്ങളുടെ ഉപ്പയാണ്. അല്ല, ഉമ്മയിലും ഉപ്പയിലും കാണാത്ത സ്നേഹവും വാത്സല്യവും താല്പര്യവും പ്രത്യേകതയും സൗന്ദര്യവും നബിയെ അങ്ങയിൽ ഞങ്ങൾക്ക് കാണാനാകുന്നുണ്ട്. ഇത് ഖുർആന്റെ ഭാഷയാണ്. ഖുർആനാ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എനിക്ക് എന്നോട് താല്പര്യമുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തോട് താല്പര്യമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തോട് പ്രതിബദ്ധതല്ലേ? ഞാൻ എന്റെ കാര്യം നോക്കിയിട്ടല്ലേ ഞാൻ എന്റെ കെട്ടിയോളെ, എന്റെ ചോരയിൽ നിന്ന് ജനിച്ച എന്റെ കുഞ്ഞുങ്ങളെ കാര്യം ഞാൻ നോക്കുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ നോക്കുള്ളൂ? എനിക്ക് എന്നോട് കടമുണ്ട്, എനിക്ക് എന്നോട് എന്തുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, എനിക്ക് എന്നോട് എന്തുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്, താല്പര്യമുണ്ട് എനിക്ക് എന്നോട്. എനിക്കെന്നോടുള്ളതിനേക്കാൾ, എനിക്ക് എന്റെ കാര്യത്തിൽ എന്നോടുള്ള താല്പര്യത്തെക്കാൾ ആ നബിക്ക് എന്നോട് താല്പര്യമുണ്ട്. മനസ്സിലായില്ല? ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ സ്വന്തത്തോടുള്ളതിനേക്കാൾ ബന്ധം ആ നബിയോടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് നിങ്ങളോടുള്ളതിനേക്കാൾ കടപ്പാട് ആ നബിയോടുണ്ട്. എന്തേ കാര്യം? ആ നബിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തെക്കാൾ നബിക്ക് നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിന് എത്ര പരിഗണന ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് എടുക്കുന്നുണ്ട്, ഇതിലേറെ മുത്ത് നബി എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു. അപ്പൊ ഞാൻ എന്തു വേണം? എൻ്റെ സ്വന്തം കാര്യത്തെക്കാൾ ആ നബിയുടെ കാര്യത്തിന് ഞാൻ പ്രാമുഖ്യം നൽകണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ വേറൊരു വിഷയമാണത്. ഏതായാലും മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞത്, നാട്ടുകാരെ, എന്റെ പെൺകുട്ടികളാണ് ഈ നാട്ടിലുള്ളത്. എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലല്ല. എന്റെ പെൺകുട്ടികൾ, അവരെ വിവാഹം കഴിച്ച് ശുദ്ധ ജീവിതം നയിച്ചോളൂ. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊള്ളുക. വലാ തുഖ്സൂനി ഫീ ളൈഫി, എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികളെ കേറി പിടിച്ച് നിങ്ങൾ എന്നെ നാണം കെടുത്തരുത്, നിങ്ങൾ എന്നെ അപമാനിക്കരുത്. അലൈസ മിൻകും റജുലുർ റശീദ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു പക്വതയുള്ള ആളും കൂടി ഇല്ലേ? ഇതെപ്പോഴങ്ങനെ ചോദിക്കുക? ഒരു പറ്റം തെമ്മാടികൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഒരാളെങ്കിലും നിങ്ങളിൽ ദയുള്ള ആളില്ലേ? ചോദിക്കൂലേ? ഇതുപോലെ വല്ലാത്ത പ്രയാസത്തിൽ ഈ അതിഥികളായി വന്ന, വിരുന്നുകാരായി വന്ന സുന്ദരകുമാരന്മാരെ സമീപിക്കാൻ നാട്ടുകാർ ഒത്തുകൂടിയപ്പോ ആ കൂട്ടത്തോട് പറഞ്ഞു, നാട്ടിലെമ്പാടും പെൺമക്കളുണ്ട്, അവരെ കല്യാണം കഴിച്ചിട്ട് അല്ലാഹുവിനെ പേടിക്കണം, അതിഥികളെ പിടിച്ചിട്ട് നിങ്ങൾ എന്നെ നാണം കെടുത്തരുത്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അവര് ഒന്നടങ്കം പറഞ്ഞു, നിനക്കറിയാമല്ലോ ലൂത്തേ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന്. നിന്റെ പെൺകുട്ടിയാളെ, ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ എന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല, നിനക്കറിയാലോ. വഇന്നകലതഅലമുമാനുരീദ്, ഞങ്ങളെ ആവശ്യം എന്താന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ആ വക ഉപദേശവും കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സുന്ദരന്മാരെ ഇപ്പൊ ഞങ്ങൾക്ക് വിട്ടുതരണം, മര്യാദക്ക് വിട്ടു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കേറി പിടിക്കും എന്നവർ പറഞ്ഞപ്പോ മുഫസ്സിറുകൾ പറയുന്നു, അവരെ ഈ വാക്ക്, ഏത് വാക്ക്? ലൂത്തേ നിനക്കറിയാമല്ലോ, മാലനാഫി ബനാതിക മിൻ ഹഖ്, നിന്റെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്.
പിന്നെയോ ഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് നിനക്കറിയാലോ. കുറ്റം രണ്ട് നിലയിലുണ്ട്. ഒന്ന്, കാഫിറുകൾ ഇതുപോലത്തെ അക്രമികളുടെ കുറ്റം, അവർ കുറ്റം ചെയ്യുകയും ചെയ്യും, ന്യായീകരിക്കുകയും ചെയ്യും, പരസ്യമായി കുറ്റം ചെയ്യും. മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് പാകപ്പിഴവ് വരും. കുറ്റമില്ലാത്ത മനുഷ്യനാരാ? എല്ലാ മുസ്ലിമിലും മുഅ്മിനിലും വീഴ്ച വരും. ഈ വീഴ്ചക്ക് എന്താ? പക്ഷെ ഇതുപോലത്തെ അപരാധമൊന്നും ഉണ്ടാവില്ല. ചെറിയ പാപങ്ങളെങ്കിലും വരാത്തവരുണ്ടാകൂല. പക്ഷെ കുറ്റബോധവും ഖേദവും പശ്ചാത്താപ മനസ്ഥിതിയുമാണ് മുഅ്മിനിൽ നിന്നുണ്ടാകുന്ന കുറ്റത്തിന്റെ ലക്ഷണം. ആ കുറ്റം അങ്ങനെ അവൻ കഴുകി ശുദ്ധമാവുകയും രക്ഷപ്പെടുകയും ചെയ്യും. ഇവരുടെ ധിക്കാരം, ഇവർക്കൊരു നാണമില്ലാതെ പറയാ, ലൂത്തേ നിന്റെ പെൺകുട്ടികൾ ആവശ്യമില്ല, നാട്ടിലെ പെണ്ണുങ്ങൾ ആവശ്യം, ഞങ്ങൾക്ക് എന്താ ആവശ്യം നിനക്കറിയില്ലേ? ഈ സമയം قال لو أن لي بكم قوة أو آوي إلى ركن شديد. സങ്കടത്തോടെ, ആവലാതിയോടെ, മനപ്രയാസത്തോടെ, ആശങ്കയോടെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, ലൗ അന്നലീ ബിക്കും ഖുവ്വ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, അല്ലെങ്കിൽ ഒരു ശക്തനെ എനിക്ക് താങ്ങായിട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ ഈ കള്ളന്മാരെ, ഈ പിശാചിന്റെ രൂപം പൂണ്ട മനുഷ്യരെ ഞാൻ തകർക്കുകയും തുരത്തുകയും ചെയ്തിരുന്നേനെ റബ്ബേ. പക്ഷേ ഞാൻ നിസ്സഹായനാണല്ലോ, ഞാൻ ദുർബലനാണല്ലോ, ഈ നാട്ടുകാരെ ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ബേജാറ് കണ്ടപ്പോ ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക് ലൻ യസ്ലൂ ഇലൈക് ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക് وَإِنَّهُ مُصِيبُهَا مَا أَصَابَهُمْ إِنَّ مَوْعِدَهُمُ الصُّبْحُ أَلَيْسَ الصُّبْحُ بِقَرِيبٍ. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് വിരുന്നുകാർ പറഞ്ഞു, ലൂത്തെ പേടിക്കണ്ട, ഇന്നാ റുസുലു റബ്ബിക, അല്ല ഈ വിഭാഗത്തെ തകർക്കാൻ അയച്ച മലക്കുകളാ ഞങ്ങള്. ലയസിലു ഇലൈക, ഞങ്ങളെ കേറി പിടിക്കാനോ ഞങ്ങളുടെ കാര്യത്തിൽ താങ്കളെ നാണം കെടുത്താനോ അവർക്ക് സാധിക്കുകയില്ല. താങ്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ ലൂത്ത് നബിയെ? ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ. ഇപ്പൊ സന്ധ്യ ആയല്ലോ, വൈകുന്നേരം ആയല്ലോ, രാത്രി കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇരുട്ടായി കഴിഞ്ഞാല് അങ്ങ് കുടുംബസമേതം ഈ ജോർഡാൻ വിട്ടിട്ട് പോണം. ഇത് ജോർഡാനാണ്. ജോർഡാനിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട 4 വില്ലേജുകളാണുള്ളത്. അതിലൊരു വില്ലേജാണ് സദൂം. ഇന്നത്തെ പേരെന്താ? ട്രാൻസ് ജോർഡാൻ എന്നാണ് സദൂമിന്റെ പേര്. ഇറാഖിന്റെയും പലസ്തീനിന്റെയും ഇടയിൽ ജോർഡാനിന്റെ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന ഈ സദൂം എന്ന് പറയുന്ന പ്രദേശമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത പാർത്ത്. അവിടെ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. ഇവർക്കിടയിലാണ് ഈ രോഗം ബാധിച്ചത്. ലൂത്ത് നബിയെ, നിങ്ങൾ ഈ ട്രാൻസ് ജോർഡാൻ വിട്ടുകൊണ്ട്, ഈ സദൂം നാട് വിട്ടുകൊണ്ട്, രാത്രി കുറച്ച് കഴിഞ്ഞാൽ കുടുംബസമേത ഇറങ്ങിപ്പോണം. വലാ യൽതഫിത് മിൻകും അഹദുൻ, ഒരാളും പിറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് പോകാൻ തുടങ്ങിയാൽ. കാരണം അവരുടെ പ്രതികരണങ്ങളും ഭീഷണികളും കേട്ടിട്ട് അവർക്ക് മറുപടി പറയാൻ കാത്തുനിന്ന് നേരം കളയരുത്. പെട്ടെന്ന് ഈ നാട് വിട്ടു പോകണം. ഇല്ലംറഅതക്, അങ്ങയുടെ ഭാര്യ കൂടെ വരൂല, അവൾ ഈ തെമ്മാടികളുടെ ഏജന്റാണ്. ശരിയാണ്. ഈ മലക്കുകൾ ഈ സുന്ദര ബാലന്മാരുടെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ അറിയിച്ചതാരാ? ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ പറഞ്ഞു, ഫഖറജത് ഇംറഅതുഹു, ലൂത്ത് നബിയുടെ സ്വന്തം ഭാര്യ പുറത്തിറങ്ങി. എന്നിട്ടോ ഫഅഖ്ബറത് ഖൗമഹ, നാട്ടുകാരെ വിളിച്ചിട്ട്, അവളെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഫീ ഖൗമി ലൂത്തിൻ റിജാലൻ മാ റഅയ്തു മിസ്ല വുജൂഹിഹിം ഖത്തു, ലൂത്തിന്റെ വീട്ടിൽ കുറച്ച് ആൺകുട്ടികൾ വന്നിട്ടുണ്ട്, അവരെ പോലത്തെ സുന്ദരന്മാരെ ഞാൻ കണ്ടിട്ടല്ല, അതുകൊണ്ട് പെട്ടെന്ന് വന്നോളൂ. അല്ലാഹ് പറഞ്ഞു, ഇല്ലംറഅതക്, ഈ തോന്നിയാസി പെണ്ണുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യ, അവള് കൂടെ വരൂല.
നാട്ടുകാരുടെ പ്രതികരണം നോക്കി നിൽക്കണ്ട. രാത്രി വൈകിയാൽ, ഇരുട്ട് വ്യാപിച്ചാൽ ലൂത്ത് നബിയെ അങ്ങ് സ്വന്തം ജനതയെയും കൂട്ടിക്കൊണ്ട് ജോർദാൻ വിട്ടുകൊണ്ട് നാട് വിട്ടു പോകണം. ഇന്ന മൗഇദഹും സുബഹ്, അവർക്ക് കണക്കാക്കിയ ടൈം സുബഹി സമയമാണ്. ഇന്ന മൗഇദഹും സുബഹ്, അവരെ തകർക്കാനുള്ള ടൈം പ്രഭാത സമയമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, ലൂത്ത് നബിയെ സുബഹി സമയം അടുത്തു തന്നെയാണല്ലോ. അതുകൊണ്ട് നേരം കളയണ്ട, വളരെ പെട്ടെന്ന് കുടുംബത്തെയും കൂട്ടി നാട് വിട്ടു പോയിക്കൊള്ളുക. ഈ ജനതയെ അള്ളാഹു തകർക്കും, ഞങ്ങളെ പ്രാപിക്കില്ല. ഇവർ ആണ് ആണിനെ പ്രാപിക്കുന്ന, പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുന്ന ഈ വർഗത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. ലൂത്ത് നബിയെ അങ്ങ് നാടുവിടുക. ലൂത്ത് നബി അലൈഹിസ്സലാം 400 കിലോമീറ്റർ ആ രാത്രിയിൽ താണ്ടി. 400 കിലോമീറ്റർ അകലെ ചെന്നപ്പോ സദൂമിൽ എന്താ നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അന്ന് അല്ലാഹു ചെയ്ത പണി, സദൂം എന്ന പ്രദേശത്ത് ചെയ്ത പണി. ആ നാട്ടുകാരിൽ അല്ലാഹു ഇറക്കിയ കനത്ത ശിക്ഷ. എന്നിട്ട് ആ ശിക്ഷ പറഞ്ഞിട്ട് അല്ലാഹു അതിന്റെ പിറകിൽ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഇന്നും ജോർദാനിലെ ചാവുകടൽ, ഡെഡ് സീ, അതിന്റെ പ്രദേശത്ത് കിഴക്കും വടക്കും ചെന്ന് നോക്കിയാൽ അന്നത്തെ ജനതയെ ശിക്ഷിച്ചതിന്റെ ബാക്കി പത്രം, അതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ സ്മാരകങ്ങൾ പച്ച കണ്ണുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കാണാം. ഇതൊക്കെ പാടല്ലേ? എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ആ ജനതയെ അല്ലാഹു തകർത്തത്? ആ തകർച്ചയുടെ പിന്നിലുള്ള പാടെന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലൂത്ത് ജനതയുടെ പതനത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നത്. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജിലിൻ മൻളൂദ്. ഫലമ്മാ ജാഅ അംറുനാ, നേരം പുലർന്നപ്പോൾ ലൂത്ത് നബിയും വിശ്വാസികളും ആ നാട് വിട്ട് രക്ഷപ്പെട്ടപ്പോ അല്ലാഹു പറയുന്നു, നമ്മുടെ കൽപ്പന വന്നു, ശിക്ഷയുടെ വിധി വന്നു. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ നാടിനെ നാം കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ആ നാടിന്റെ മുകൾ ഭാഗം നാം അടിയിലാക്കും വിധം അപ്പം മറിച്ചിടും പോലെ ആ പ്രദേശത്തെ മറിച്ചിട്ടു. എന്നിട്ടോ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജിലിൻ മൻളൂദ്, ആ നാടിന് മുകളിലൂടെ നാം കല്ലുമഴ ഇറക്കി. വഅംതർനാ അലൈഹിം, ആ നാട്ടുകാരുടെ മേലിൽ, ആ നാടിന് മേലിൽ നാം വർഷിപ്പിച്ചു. ഹിജാറതൻ മിൻ സിജ്ജിലിൻ മൻളൂദ്, നരകച്ചൂളയിൽ വേവിച്ചെടുത്ത മൺകട്ടകൾ, മൺകട്ടയുടെ മഴ ആ നാടിനു മീതെ നാം വർഷിപ്പിച്ചു. മൺകട്ട മഴ, കല്ലുമഴ. മുസവ്വമതൻ ഇൻദ റബ്ബിക്, ഓരോ മൺകട്ടയിലും ഓരോ കല്ലിലും താങ്കളുടെ നാദരിങ്കൽ അടയാളം വെച്ച നിലയിലായിരുന്നു ആ കല്ലുകൾ പതിച്ചത്. ഓരോ കല്ലിലും അല്ലാഹു അടയാളം വെച്ചിരുന്നു. ഏതു ഭാഗത്ത് ആരുടെ തലക്കുമീത പതിക്കണമെന്ന അടയാളമുള്ള കല്ല്. ഈ സംഭവം നമുക്ക് അല്ലാഹു പറഞ്ഞു തന്നിട്ട് നമുക്കെന്താ ഇതില് എന്ന് പറഞ്ഞു തരുന്നു. തുടർന്ന് വമാഹിയ മിനല്ലാലിമീന ബിബഈദ്, കേട്ടില്ലേ സമൂഹമേ എന്റെ ശിക്ഷ, എന്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? മനസ്സിലാക്കിയില്ലേ എന്റെ അദാബ്? എങ്കിൽ അറിഞ്ഞോ, വമാഹിയ മിനല്ലാലിമീന ബിബഈദ്, അക്രമികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അദാബ് ഒട്ടും അകലത്തിലല്ല. ആര് ലാലിമീങ്ങളായി, അക്രമികളായി,
ആ അക്രമികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അദാബ് ഒട്ടും ദൂരെയല്ല, ബിബഈദ്, അടുത്തുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ വൻകരയിലെ ചില രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യയിലെ ചില രാജ്യങ്ങളൊക്കെ സ്വവർഗരതിക്കും വിവാഹത്തിനും പെർമിഷൻ കൊടുത്ത് നിയമാംഗീകാരം നൽകിയെങ്കിൽ വർത്തമാനകാലത്തെ ലോകരാഷ്ട്രങ്ങളോട് ഖുർആനിന്റെ മുന്നറിയിപ്പ്, ഇത് 4000 വർഷം മുമ്പുള്ള ഒരു ജനതയുടെ ചരിത്രം മാത്രമല്ല, വമാഹിയ, ഇത്തരത്തിലുള്ള ശിക്ഷയല്ല, മിനല്ലാലിമീന ബിബഈദ്, അക്രമികളിൽ നിന്ന് അകലെയാണെന്ന് വിചാരിക്കേണ്ട, അടുത്ത് തന്നെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കാത്തിരിക്കണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. ഇതൊക്കെ പറയുമ്പോ ഇന്നിന്റെ അവസ്ഥ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ നാം കണ്ടെത്തിയ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ, പക്ഷേ അല്ലാഹുവിന്റെ അദാബ് തടയാൻ ഒരു ശാസ്ത്ര സംവിധാനത്തിനും ഒരു രക്ഷാ കവചത്തിനും സാധിക്കില്ല എന്ന പരമാർത്ഥം നാം മനസ്സിലാക്കണം. ഇനി സ്വവർഗരതിക്കാർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇതിലും കനത്ത ശിക്ഷ. വ്യഭിചാരത്തെക്കാൾ കടുത്ത അപരാധമാണ് സ്വവർഗരതി. അതുകൊണ്ട് തന്നെ വ്യഭിചാരികൾക്ക് കൊടുക്കുന്നത് ഏറെ വലിയ ശിക്ഷ, അവരെയും കൊല്ലണമെന്നാണ്. عن جابر بن عبد الله رضي الله عنه قال سمعت رسول الله يقول على المنبر, മിമ്പറിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു, മൻ അമില അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലൂഹു, സ്വവർഗരതിക്കാരെ കൊല്ലണം. ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് പ്രവർത്തിച്ചവനും പ്രവർത്തനത്തിന് വിധേയനായവനെയും കൊല്ലണം. ഹിസ്ന ഔലം യുഹ്സിന, വ്യഭിചാരത്തിന്റെ നിയമല്ല, അവർ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും കൊല്ലണം. ഈ ഒരു വൃത്തികെട്ട കുറ്റമാണ് ഈ ലോകത്തുനിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും അവരെ കൊല്ലണം. എങ്ങനെ കൊല്ലണം എന്നതിൽ മാത്രമേ സ്വഹാബികൾക്കിടയിൽ തർക്കമുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് ആ വർഗത്തെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ശവം അഗ്നിയിലിട്ട് ദഹിപ്പിക്കണം. പ്ലേറ്റ് ദുരന്തത്തില് മനുഷ്യന്മാരായത് എന്താന്ന് കണ്ടില്ലേ, അതുപോലെ അഗ്നിയിലിട്ട് കരിച്ചു കളയണം അവരെ മയ്യിത്ത്. ആരെ? ഈ വർഗത്തിന്റെ തല വെട്ടിയിട്ട് കരിച്ചു കളയണം. അവരെ പള്ളിപ്പറമ്പിലോ ശ്മശാനത്തിലോ അടക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് തകർന്നു വീഴാനായ കെട്ടിടം, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കാത്ത കെട്ടിടം, ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ താഴെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവരെ മേലെ ആ കെട്ടിടം തകർത്തി വീഴ്ത്തി കൊല്ലണം. അറിയോ, ചിലര് പറഞ്ഞു നിരുപാധിക എറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെ കൊല്ലണം. ഈ ഒരു കുറ്റം എത്ര വലിയ കനത്ത കുറ്റമാണ്. ഇതിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ലോകം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഈ വിഷയം ഇന്നിവിടെ തീരാണ്, അവസാനിപ്പിക്കാണ്, നിർത്തുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ കൂട്ടത്തിലെ ഏറിയ കൂറും വ്യഭിചരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ലൈംഗികമായ ഒരു പ്രവർത്തനമുണ്ടായിട്ടില്ലെങ്കിലും കണ്ണുകൊണ്ടെങ്കിലും വ്യഭിചരിക്കാത്തവർ ആരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ? ആരുണ്ടാകും? ശരീരം കൊണ്ട്, വിവിധ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കാത്ത എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? വളരെ വ്യക്തമായി പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ച വചനത്തിൽ ഉണ്ടല്ലോ, ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട്. വ്യഭിചാരത്തിന്റെ പങ്ക് ആ അവയവങ്ങൾക്കൊക്കെ തന്നെ നാളെ മഹ്ശറയിൽ കിട്ടുമെന്നും അവിടുന്ന് മുന്നറിയിപ്പ് തന്നതാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ പശ്ചാത്താപം നമുക്ക് വേണം. തൗബ നമ്മിൽ നിന്നുണ്ടാകണം. നമ്മളൊക്കെ പറയും സഹാബികൾ വരെ വ്യഭിചരിച്ചിട്ടില്ലേ, അതുകൊണ്ട് കുറ്റാരും ചെയ്യുന്നു. സഹാബികൾ വ്യഭിചരിക്കുക മാത്രമല്ല ചെയ്തത്, അവർ മടങ്ങി, അവർ ഖേദിച്ചു, അവർ ആ അവിശുദ്ധമായ അവസ്ഥയിൽ നിന്ന്, കറകളഞ്ഞ മനസ്സിൽ നിന്ന് അവർ മുക്തരായി, മോചിതരായി. തൗബയുടെ വെള്ളം കൊണ്ടവരുടെ കൽബുകളെ കഴുകി, ഒരുപാട് കണ്ണുനീരൊഴുക്കി പാപക്കറകളെ കണ്ണുനീറുകൊണ്ട് വാശ് ചെയ്തു, കഴുകിക്കളഞ്ഞു സഹാബത്ത്. ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഉദാത്ത മാതൃക കാണിച്ചു തന്ന സ്വഹാബത്തിൽ നിന്ന് വീഴ്ച പറ്റി. സത്യമാണ്, അവർ വ്യഭിചരിച്ചു പോയി, യാഥാർത്ഥ്യമാണ്. തൗറാത്തിന്റെ നിയമവും ഖുർആനിന്റെ നിയമവും ഒന്ന് തന്നെ എന്ന് പഠിപ്പിച്ച പുണ്യനബി, ജൂതന്മാർക്കിടയിൽ ഈ ശിക്ഷ നടപ്പിലാക്കിയ പുണ്യനബി, ആ പുണ്യനബിയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി ഒരിക്കൽ കടന്നു വരുന്നു. മദീന പള്ളിയിൽ സഹാബത്തിന്റെ മുന്നിൽ
പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ദീനിന്റെ നിയമങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാഇസ് ഇബ്നു മാലിക്, നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഈ ചരിത്ര സംഭവം. മാഇസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബി ഒരു ഭ്രാന്തന്റെ രൂപത്തിൽ പാറിപ്പറന്ന മുടികളോടെ, ചുവന്ന കണ്ണോടെ, ക്ഷീണിച്ച മുഖത്തോടെ, വിറക്കുന്ന കൈക്കാലുകളോടെ തിരുസന്നിധിയിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി, നബിയെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് സ്ഫുടമാക്കണം, എന്നെ സംസ്കരിക്കണം എന്ന് മാഇസ് പറഞ്ഞപ്പോ മാഇസിലേക്ക് നോക്കിയിട്ട് നബി പറഞ്ഞു, വൈഹക്, എന്താ നീ പറയുന്നത്, നിനക്ക് നാശം, വൈഹക്, ഇർജി ഫസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, പോടോ, തിരിച്ചു പോടോ, എന്നിട്ട് നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേട്, നീ തൗബ ചെയ്ത് മടങ്ങി ശരിക്ക് ജീവിക്ക്, പോ. ഫറജഅ ഗൈറ ഖരീബ്, നബി പോകാൻ പറഞ്ഞപ്പോ, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ നബിയോട് പറഞ്ഞപ്പോ അവിടെന്ന് തിരിച്ചു പറഞ്ഞത്, എന്തു നാശമാണ് നീ പറയുന്നത്, നീ തിരിച്ചു പോയിട്ട് നന്നായി ജീവിക്കാൻ നോക്ക്. ഈ സ്വഹാബി മടങ്ങി, ഫറജഅ, തിരിച്ചുപോയി. പക്ഷേ തിരിച്ചു പോയിട്ട് കാല് ചലിക്കുന്നില്ല, ചവിട്ടടികൾ മുന്നോട്ട് പോകുന്നില്ല. ഗൈറ ബഈദ്, കുറച്ചങ്ങോട്ട് നടന്നപ്പോ പോകാൻ സാധിക്കാതെ. സുമ്മജാ ഇലൻ നബി, രണ്ടാമതും നബിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി, എന്നെ ശുദ്ധീകരിക്കണം. അപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പോകാൻ, നീ തൗബ ചെയ്ത് ജീവിക്ക്, പാപക്കറകൾ നിന്നിൽ വന്നിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ച് ജീവിക്ക് എന്ന് പറഞ്ഞപ്പോ പോയി. ഹദീസില് കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസില് കാണാം, ഹത്താ ഇദാ കാനത്തി റാബിയ, നാലാമത്തെ തവണയും മാഇസ് നബിയുടെ മുന്നിലേക്ക് മടങ്ങി വന്നപ്പോ 3 തവണ നബി തിരിച്ചു വിട്ടു, പറഞ്ഞയച്ചു, പോകാൻ പറഞ്ഞു. 4ാമത്തെ തവണയും കരഞ്ഞുകൊണ്ട്, വിറച്ചുകൊണ്ട്, ഒരു ഭ്രാന്തന്റെ രൂപത്തിൽ കടന്നു വന്ന മാഇസ് പറഞ്ഞു, ത്വഹിർനി, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. 4ാമത്തെ തവണ ഇത് പറഞ്ഞപ്പോ നബി തിരിച്ച് മാഇസിനോട് പറഞ്ഞു, ഫീമ ഉത്തഹിറുക, ഏതിൽ നിന്നാ ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത്, ഏതൊരു മാലിന്യത്തിൽ നിന്നാണ് നിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത്? മാഇസ് പറഞ്ഞു, യാ റസൂലല്ലാഹ് മിനസ്സിന, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയെ, അതിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത് അങ്ങ്. ഇത് കേട്ടപ്പോ വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താന്ന് വളരെ ഫേമസ് ആണല്ലോ, വ്യക്താണല്ലോ, ആർക്കും അറിയാത്തതല്ലോ. നബിക്ക് അറിയും, മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനറിയും, ഇത് പറഞ്ഞു വരുന്ന സ്വഹാബിക്കും അറിയും, എല്ലാവർക്കും അറിയും. അപ്പൊ നബി എന്താ പറഞ്ഞത്? അബിഹി ജുനൂൻ, ഇവൻ എന്തേ വട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അബിഹി ജുനൂൻ, ഇവൻ എന്തേ ഭ്രാന്തുണ്ടോ? ഫഉഖ്ബിറ അന്നഹു ലൈസ ബിമജ്നൂൻ, സദസ്സിൽ നിന്ന് ചില ഈ സ്വഹാബിയുടെ അയൽക്കാരായ മറ്റു ചില സ്വഹാബിമാർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, ആൾക്ക് ഭ്രാന്തൊന്നുമില്ല, നല്ല ആളാണ്, ബുദ്ധിമാനാണ്. അപ്പൊ നബി പറഞ്ഞു, അശ്ശരിബ ഖംറ, എങ്കിൽ പിന്നെ ഇവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു സഹാബിയോട് പറഞ്ഞു, അവന്റെ വായൊന്ന് വാസനിച്ചു നോക്കൂ. അങ്ങനെയാണല്ലോ ഇന്നും പോലീസുകാർ അങ്ങനെയാണ് ചെയ്യുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ പോലീസുകാർ മുഖത്തേക്ക് ഊതാനാ പറയാം. ഞാൻ എറണാകുളത്തേക്ക് ഇവിടുന്ന് ഒരു വണ്ടിയിൽ പോയപ്പോൾ പോലീസുകാരൻ, എൻ്റെ സ്നേഹിതൻ വണ്ടി ഓടിക്കുക, ഒന്ന് ഊതു എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹിതൻ പറഞ്ഞു, ഇവിടെ ഇരിക്കണേ ഞങ്ങളെ പള്ളിയിലെ ഉസ്താദാ, പിന്നെ എന്താ സാറേ ഈ കാണിക്കണേ? പള്ളിയിൽ ഉസ്താദ് ഒപ്പം ഇരിക്കുമ്പോൾ ഈ പണി ചെയ്യൂല, അല്ലാത്ത നേരത്തെ ചെയ്താലും എന്നാ അതിനർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നബി പറഞ്ഞു, വായൊന്ന് വാസനിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഒരു സഹാബി നോക്കിയിട്ട് ഫലം യജിദ് മിൻഹു റീഹൽ ഖംർ, കിട്ടുന്നില്ല, മദ്യത്തിന്റെ സ്മെല്ലൊന്നുമില്ല, ദുർഗന്ധമൊന്നുമില്ല. അപ്പൊ നബി വീണ്ടും ചോദിക്കാം, നീ ശയിച്ചിട്ടല്ലടാ ഉള്ളൂ, നീ കൂടെ കിടന്നിട്ടല്ലേ ഉള്ളൂ, ശയനം നടത്തിയിട്ടല്ലേ ഉള്ളൂ, നീ ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ, ഇവനൊന്ന് ഒഴിവാക്കി വിടാനായിരിക്കും എന്ന് വെച്ചാൽ ഇതിലുള്ള തത്വം എന്താണെന്നറിയോ? അന്വേഷിച്ച് CID-കളെ വിട്ടിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തെ അയച്ചിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല. അതുകൊണ്ട് എന്തൊന്നും സൗദി അറേബ്യയിൽ ഈ കല്ലേറ് കാണാത്തത്. 100 അടി ഇടക്കിടക്ക് കാണുന്നുണ്ട് അല്ലെ, പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ, അടിക്കേസ്. പക്ഷെ ഈ കല്ലെറിയൽ ഇതിങ്ങനെ രഹസ്യാന്വേഷണം നടത്തിയിട്ട് പിറകെ നടന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പച്ചയായിട്ട് അതിന് സാക്ഷികൾ ഇത്ര ആള് കാണുക, 4 ആള് കാണുക എന്നൊക്കെ ഉണ്ടതിന് നിയമം കേട്ടോ. അതിന്റെ നിയമം ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. 4 ആളുകൾ കാണും വിധം പച്ചക്ക് ചെയ്താൽ കിട്ടൂ ഈ ശിക്ഷ. അല്ലാതെ ഇത് സ്വകാര്യമായി അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. നീ ശയിച്ചിട്ടല്ലേ ഉള്ളൂ, ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ. ഹൽ സനൈത്ത,
പിന്നെയും ചോദിക്കാൻ നബി, മാഴിസെ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഖാല നഅം യാ റസൂലല്ലാഹ്. എന്നാ പിന്നെ നീ നോക്കിക്കാൻ പറ്റൂല. ഫഅമറ ബിഹി ഫറുജിമാ. ഉടനെ നബി പ്രഖ്യാപിച്ചു, വിധിച്ചു. മദീന പള്ളിയുടെ മുസ്ലിം ലോകത്തിന്റെ ന്യായാധിപൻ, ജഡ്ജി, അള്ളാഹുവിന്റെ വിധികർത്താവായ നബി, അള്ളാഹുവിന്റെ വിധി അവിടത്തെ തിരുവായിൽ നിന്ന് നാക്കിലൂടെയാണ് വരിക. വിധിച്ചു. അങ്ങനെ ഫറുജിമാ, മാഇസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്വഹീഹ് മുസ്ലിം. ആ സമയത്ത് സ്വഹാബത്ത് മാഇസിന്റെ കാര്യത്തിൽ ഫിർഖത്തൈനി, രണ്ടു തട്ടിലായി. ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോ സ്വഹാബത്ത് രണ്ട് ഗ്രൂപ്പായി. എന്താ? ഒരു ഗ്രൂപ്പ് പറഞ്ഞു മാഇസ് നശിച്ചു, മാഇസ് നാശം പിടിച്ചവൻ, അവന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു എന്ന് ഒരു സംഘം സ്വഹാബത്ത് പറഞ്ഞപ്പോ വേറെ ഒരു ഫിർഖത്ത് പറഞ്ഞത് മാഇസ് സലാമത്തായി. നമ്മളെപ്പോലെ കളങ്കം മനസ്സിൽ വെച്ച് മൂടി വെച്ച് നടന്നില്ലല്ലോ മാഇസ്. പാരത്രിക ജീവിതത്തെ കുറിച്ച് ആശങ്കയുള്ള, ഭയമുള്ള, നരകത്തെക്കുറിച്ച് കേട്ടിട്ട് പേടിച്ച മാഇസ്, അത് ആഖിറത്തിലേക്ക് ആ ശിക്ഷ നീട്ടിവെക്കാതെ അവിടെ വെച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാതെ പടച്ച തമ്പുരാന്റെ ശിക്ഷ സഹിക്കാൻ പറ്റില്ലെന്ന ഉത്തമ ബോധ്യമുള്ള മാഇസ് നബിയുടെ മുന്നിൽ വന്ന് ഇവിടെ വെച്ച് തന്നെ ആ പാപക്കറകൾ കഴുകിയെടുക്കാൻ ആവശ്യപ്പെട്ടത് മൂലം, നബി കഴുകുകയും ചെയ്തത് മൂലം മാഇസ് സലാമത്തായി എന്ന് ഭൂരിഭാഗം സഹാബത്തും പറഞ്ഞ് രണ്ട് ഫിർഖയായി, രണ്ട് വിഭാഗമായി ഭിന്നിച്ചപ്പോ ഇവരെ ഈ ഭിന്നിപ്പ കണ്ട നബി അവരുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് ആ ക്രിയ, ഹുദൂദ്, ഹദ് നടപ്പാക്കിയതിനു ശേഷം അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ലഖദ് താബ തൗബതൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ സഹോദരൻ മാഇസ് തൗബ ചെയ്തു. ഏത് തൗബ? ലൗ ഖുസിമത് ബൈന ഉമ്മ, ഒരു സമൂഹം, ഒരു ഉമ്മത്ത്, ഒരു ജനവിഭാഗം, ഒരു കാലഘട്ടത്തിലെ ജനത എന്നല്ല പറഞ്ഞു, ഒരു ഉമ്മത്ത്, ഒരു ഉമ്മത്തിന്റെ ഇടയിൽ, പാപികൾക്കിടയിൽ ഈ മാഇസിന്റെ മാത്രം തൗബ ഒന്ന് വിതരണം ചെയ്താൽ, വിഹിതിച്ചു നൽകിയാൽ, ഓഹരി വെച്ചാൽ അവരെല്ലാവരും ലവസിഅതുഹും, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ മാത്രം വലിയ തൗബയെ മാഇസ് ഒരാളൊറ്റയ്ക്ക് ചെയ്തത്. എന്ത്? ഒരു ഉമ്മത്തിന്, ഒരു ഉമ്മത്തിലെ, ഒരു സമൂഹത്തിലെ പാപികൾക്കെല്ലാം ഈ ഒരു സഹാബിയുടെ തൗബ വിഹിതിച്ച് നൽകിയാൽ ലവസിഅതുഹും, എല്ലാവരും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോവും. അത്ര വലിയ തൗബയെ മാഇസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി നബി നടപ്പിലാക്കി. ഇത് കണ്ടാ പിന്നെ ഒരാൾ വരുമോ? എന്താ അവിടെ ചെയ്തെന്ന് പച്ചക്ക് കണ്ടു. എന്നാൽ കേട്ടോളൂ, ഈ ശിക്ഷാ നടപടി കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിയുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് ഫജർതു. മാഇസിനെ എന്താ ചെയ്തതെന്ന് മദീനക്കാര് വിശ്വാസികൾ എല്ലാവരും കണ്ടു. ഈ കണ്ട കാഴ്ച എല്ലാവരും അറിഞ്ഞു. അറിഞ്ഞ ഉടനെ തന്നെ ഒരു വിശ്വാസിയായ പെണ്ണ്, സ്വഹാബിയത്തായ പെണ്ണ്, ഹാമിദ് ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് ഓടിക്കിതച്ച് നബിയുടെ മുന്നിൽ വന്നു പറഞ്ഞു, ഇന്നി ഖദ് ഫജർതു, ഞാനും തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. നബി പറഞ്ഞു, ഇർജിഇ, പെണ്ണെ വെറുതെ പണി ഉണ്ടാക്കല്ലേ, ഇർജിഇ, മടങ്ങിപ്പോ. ഫറജഅത്ത്, അവള് പോയി. പോകാൻ പറഞ്ഞാൽ പോകല്ല. എന്താ? ഫലമ്മാ കാനൽ ഗദു, പിറ്റേ ദിവസമായപ്പോ അത്തത്തിൻ നബിയ, രണ്ടാമതും വന്നു. രണ്ടാമത് വന്നപ്പോ പറഞ്ഞു, ഈ സംഭവം പറഞ്ഞാലൊരു തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്. മടങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ നബിയെ, ദിവസങ്ങൾക്ക് മുമ്പ് മാഇസിനെ നടത്തിയതുപോലെ എന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താതെ എത്രയും പെട്ടെന്ന് ആക്ഷൻ അങ്ങോട്ട് എടുക്കും നബിയെ. ആലോചിച്ചു, ഒരു പെണ്ണാണ് ഈ പറയുന്നത്. മാഇസിനെ 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയതുപോലെ എന്നെയും നടത്താതെ നബിയെ, ഒരു വസ്തുത ഞാൻ തുറന്നു പറയാം. ഇന്നി ഹുബ്ലാ മിനസ്സിന, അവിഹിത മാർഗത്തിൽ ഗർഭിണിയാണു ഞാൻ. എത്രയും പെട്ടെന്ന് എന്നെയും ശുദ്ധീകരിക്കണം, എന്നെ നടത്തല്ലേ നബിയേ. അപ്പൊ നബി പറഞ്ഞു, ഉപ്പ നീ പോ. അപ്പോഴും മടങ്ങിപ്പോയി. മൂന്നാമത് വന്നപ്പോ പറഞ്ഞു, ഇർജിഇ ഹത്താ തലിദി, ഏതായാലും നീ ഗർഭിണിയാണല്ലോ, പ്രസവിക്കുന്നത് വരെ ഇങ്ങോട്ട് വരരുത്, പ്രസവം കഴിഞ്ഞിട്ട് ആലോചിക്കാം. സുബ്ഹാനല്ലാഹ്, പ്രസവം കഴിഞ്ഞ അടുത്ത നാൾ തന്നെ കൈക്കുഞ്ഞുമായി ആ പെണ്ണ് വന്നു. ഹദീസിൽ, മുസ്ലിം ലോകം എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹിയായ ഹദീസിൽ കാണാം. കൈക്കുഞ്ഞുമായി വന്നപ്പോ ഇർജിഇ ഹത്താ തഫ്തിമി, മുല കൊടുക്കുക ആ കുട്ടിക്ക്. മുലയൂട്ടൽ കഴിഞ്ഞിട്ട് ആലോചിക്കാർ.
മുലയൂട്ടല് കഴിഞ്ഞപ്പോ 4ാമത്തെ തവണ ഈ പെണ്ണ് വരികയാണ്. അപ്പൊ കൊച്ചു വലുതായിട്ടുണ്ട്. ഹദീസിൽ കാണാ വഫീ യദിഹി ശൈഉൻ യഅകുലുഹു, ആ കുട്ടി കയ്യിൽ എന്തോ സാധനം പിടിച്ചിട്ടുണ്ട്, സ്വന്തം തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്വന്തം ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയ 2 വയസ്സ് പ്രായമൊക്കെ കാണും. ആ പ്രായമായപ്പോ ഒക്കത്ത് വെച്ച് കുഞ്ഞിനെയും കൊണ്ട് വന്നു. ഫഅമറ ബിസ്സബിയി, കുട്ടിയുടെ കാര്യത്തിൽ നബി തീരുമാനമെടുത്തു. വദുഫിയ ഇലാ റജുലിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ സ്വഹാബികളിൽ ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചു. ഈ കുട്ടിയെ, ഇനി ഈ കുട്ടിയെ പോറ്റേണ്ടത് നിങ്ങളാണ്. കാരണം ഉമ്മനി ഉണ്ടാവില്ല, ഉപ്പ നേരത്തെ എവിടെ പോയി എന്നറിയില്ലല്ലോ, ഉപ്പ ഇല്ലല്ലോ, തന്തല്ലാത്തതാണല്ലോ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചിട്ട് അവളുടെ കാര്യത്തിൽ പുണ്യനബി അള്ളാന്റെ നിയമം പ്രഖ്യാപിക്കുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ഫറുജിമത്ത്. ഇവിടെ ഒരു സംഭവം ഹദീസിൽ തുടർന്നു കാണാം. വകാന ഖാലിദുൻ റളിയല്ലാഹു അൻഹു ഫീമൻ യർജുമുഹാ, അവളെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ആ സ്വഹാബിയും പങ്കെടുത്തിരുന്നു. ഫവഖഅത് ഫറജമഹാ ബിഹജരിൻ, മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു അവളെയും കല്ലെടുത്തെറിഞ്ഞു. ഫവഖഅത് ഖത്റത്തും മിൻ ദമിഹാ അലാ വജ്നതിഹി, കല്ലെറിയുന്നതിനിടയിൽ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഖാലിദ് എന്നവരുടെ മുഖത്തേക്ക് തെറിച്ചു വീണു. എന്ത്? ഖാലിദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത്. ഇതിന് നിയമമൊക്കെ ഉണ്ട്, പെണ്ണാണെന്നുണ്ടെങ്കിൽ വസ്ത്രമൊക്കെ വരിഞ്ഞു കെട്ടണം, ഏറുകൊണ്ടിട്ട് നഗ്നത വെളിവാകാതെ. ഇതൊക്കെ എന്തിനാ പറയുന്നറിയോ? ഇത്ര കടുത്ത കുറ്റമാണ് ഈ വ്യഭിചാരം. എറിയുന്നതിനിടയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആ പെണ്ണിന്റെ രക്തം തെറിച്ചു വന്നപ്പോ ഫസബ്ബഹ, ഖാലിദ് തെറി വിളിച്ചു. തെമ്മാടി പെണ്ണ്, നശിച്ചവള് എന്ന് തെറി വിളിച്ചത് കേട്ടപ്പോ മുത്തുനബി അവിടത്തെ മുഖത്ത് വല്ലാത്ത പ്രയാസമുണ്ട്. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് നബിക്ക് ഇഷ്ടമൊന്നുമില്ല. അള്ളാഹ് അങ്ങനെ ഒരു നിയമം വെച്ചതെന്താ? ഈ ലോകത്തിന്റെ ക്രമസമാധാനം തകരാതിരിക്കാൻ, ജാരസന്തതികൾ ഇവിടെ പെരുകാതിരിക്കാൻ, ഈ ലോകത്തിന്റെ നിളാമ് തെറ്റാതിരിക്കാൻ വെച്ച ഒരു നിയമമാണ്. അത് നടപ്പിലാക്കുകയാണ്. അപ്പോഴാണ് ആ കുറ്റം ചെയ്ത പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിയത്. രക്തത്തിൽ നിന്ന് അല്പം ഖാലിദിന്റെ മുഖത്ത് വന്ന് പതിച്ചത്. അപ്പോൾ ഫസബ്ബഹ, ആ പെണ്ണിനെ തെറി വിളിക്കുകയാണ്. തെറി വിളിച്ചപ്പോ ഇത് കേട്ട നബി പറഞ്ഞു, യാ ഖാലിദ് മഹ്ലൻ യാ ഖാലിദ്, മഹ്ലൻ യാ ഖാലിദ്, അങ്ങനെ പറയല്ലേ ഖാലിദേ, അങ്ങനെ നീ പറഞ്ഞു പോകരുത് ഖാലിദേ. എന്തുകൊണ്ടെന്നാൽ ലഖദ് താബത്ത് തൗബ, അവൾ ചെയ്ത തൗബ ഏതാണെന്ന് നിനക്കറിയോ? ലൗ താബ സാഹിബു മക്സിൻ, ചുങ്കം വാങ്ങുന്ന ആള് ഇവള് ചെയ്ത തൗബ ചെയ്താൽ, ചുങ്കം വാങ്ങുന്ന പറഞ്ഞാൽ അള്ളാന്റെ ഭൂമിക്ക് നികുതി പിരിക്കുക. ഗവൺമെന്റ് അല്ല, എന്റെ ഭൂമിയിലൂടെ, എന്റെ വീടിന്റെ, എന്റെ അധികാരത്തിലും അധീനത്തിലുള്ള വഴിയിലൂടെ നടക്കണമെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഇത് വലിയ തെറ്റായിട്ട് ദീന് പറയുന്നുണ്ട്. ഇത് സഞ്ചരിക്കാൻ, നടന്നു പോകാൻ കാശ്, വണ്ടി കൊണ്ടുപോകാൻ, പാലത്തിന് അതിന് ചെലവായ കാശ് പിരിക്കലിന് വേറെ നിയമം പഠിക്കണം. എന്ത് അതിപ്പോ ഗവൺമെന്റിന് ഖജനാവിന് കാശില്ല, അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഒന്ന് സഹായിക്കുന്നു പറഞ്ഞ് പിരിവെടുത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേക്കുറിച്ച് വേറെ റിസർച്ച് നടക്കണം. അപ്പോ ഇതങ്ങനെയല്ല. ഒരാൾക്ക് സഞ്ചരിക്കാൻ, അള്ളാന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ചുങ്കം പിരിക്കുന്ന ആള്, ആ ആള് ചെയ്താലും ഇവള് ചെയ്ത തൗബ ചെയ്താൽ ലഗ്ഫിറ, അള്ളാഹ് പുറത്തു കൊടുക്കും. അത്ര വലിയ തൗബയാണ് ഈ സഹോദരി ചെയ്തത്. ഫസല്ലാ അലൈഹ, ആ സഹോദരിക്ക് വേണ്ടി നബി നമസ്കരിച്ചു. വദുഫിനത്ത്, ആ സഹോദരിയെ വിശ്വാസികളുടെ ശ്മശാനത്തിൽ അടക്കുകയും ചെയ്തു. ഇവരൊക്കെ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള സ്വഹാബികളായിരുന്നു. ഇവിടെ നിന്ന് 4 കല്ലേറ് കൊണ്ടിട്ട് അന്ത്യശ്വാസം വലിച്ചാൽ ഒന്നും വരാനില്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. നാളെ പരലോകത്ത് ലഭിക്കുന്ന കഠോരമായ കനത്ത ശിക്ഷ, അതിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇതൊരു ശിക്ഷയല്ല എന്ന ബോധ്യം അവർക്ക് നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളാരും കല്ലേറ് വാങ്ങാന് ഇസ്ലാമിക ഭരണമുള്ള നാട്ടിക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യൊന്നും വേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടച്ചവനോട് കരഞ്ഞങ്ങോട്ട് പറയാ, പടച്ചവനെ പറ്റിപ്പോയിട്ടുണ്ട്, കാക്കണം, ഇനി അത്തരം കുറ്റത്തിലേക്ക് നീ എത്തിക്കരുത്. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാതെ ആത്മവിശുദ്ധി നമുക്കുണ്ടാവുകയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞിട്ട് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു. എങ്ങനത്തെ മുഅ്മിൻ? ലൈംഗിക വിശുദ്ധിയുള്ള മുഅ്മിൻ വിജയിച്ചു എന്ന് പറഞ്ഞ വിജയം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ പെടാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു പശ്ചാത്താപ മനസ്ഥിതി നമുക്ക് നൽകട്ടെ, ആത്മവിശുദ്ധി നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.